ഹലോ നമസ്കാരം. ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ 3 വ്യത്യസ്ത രീതിയിൽ സ്റ്റാർ ഉണ്ടാക്കുന്നതാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് വരുന്ന 5 സ്ക്വയേഴ്സ് ഒരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പർ വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നിവർത്താം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി ചെയ്തു കൊടുക്കാം. ഈ ഒരു കോർണർ സെൻറ്ററാക്കി വെച്ചതിന് ശേഷം സൈഡിൽ നിന്ന് ഒരു ട്രയാങ്കിൾ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമ്മൾ 2 ട്രയാങ്കിൾസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് ചെറിയ ട്രയാങ്കിൾസ് ആണ്, മറ്റേതിന് അത്ര വലുപ്പമില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കാം, എന്നിട്ട് നടു മടക്കി കൊടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയും ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഇവിടുന്ന് താഴേക്കാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അത് നിവർത്തിയ ശേഷം ഓപ്പോസിറ്റ് സൈഡായിട്ട് താഴേക്ക് തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ സെയിം സൈഡ് വെച്ചിട്ട് തന്നെ 2 മടക്ക് മടക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണത്. എന്നിട്ട് അതും നിവർത്തി കൊടുക്കാം. ഇനി ഇതിനിങ്ങനെ വെർട്ടിക്കലായിട്ട് പിടിക്കാം. ഇപ്പോൾ 2 ചിറക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൊമ്പ് പോലെ കിട്ടും. ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ ഒന്ന് പുറത്തേക്കാക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ 2 കൊമ്പ് കിട്ടും ഒരേപോലെ തന്നെ ഒരു വി ഷേപ്പായിട്ട്. ലെഫ്റ്റ് സൈഡിലെ കൊമ്പിൻ്റെ അകത്തൊരു W ഷേപ്പ് കാണാം. ഇവിടെ 2 സൈഡിലായിട്ട് മടക്കി വെച്ചിട്ടുള്ള പേപ്പർ ഒന്ന് പുറത്തേക്കാക്കി കൊടുക്കാം. ഇതൊന്ന് നീറ്റാക്കി മടക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബാക്കി 4 പേപ്പേഴ്സും ചെയ്തെടുക്കണം. ഇപ്പോൾ 5 എണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുത്താലേ നമുക്ക് നമ്മുടെ 3D സ്റ്റാർ ഇവിടെ റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് നമ്മൾ ഗം ആക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും. ഇനി രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഗമ്മുള്ള ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 3 എണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫസ്റ്റ് 3D സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല കറക്റ്റ് സ്റ്റാർ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഭംഗിക്കായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് 2 സർക്കിൾസ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
നല്ലൊരു അടിപൊളി സ്റ്റാറാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വലുതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒട്ടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തൊരു ലൈറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റാർ നമുക്ക് വീട്ടിൽ തന്നെ തൂക്കാവുന്നതാണ്. ഈ ഒരു 3D സ്റ്റാറിൻ്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാർ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് വരുന്നൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് പകുതി മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു എഡ്ജ് ഓപ്പോസിറ്റിലേക്ക് മടക്കി കൊടുക്കാം. ഓപ്പോസിറ്റിൽ വരുന്ന ആ ഒരു ലൈനിൻ്റെ കാൽ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. ഇതൊന്ന് തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗം അകത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. തിരിച്ചു പിടിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സൈഡും മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മളിനി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഡയഗണൽ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇതൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു സ്റ്റാർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് മടക്കി കൊടുക്കാം. അപ്പം അങ്ങനെ 5 ഭാഗങ്ങളുണ്ടാവും മടക്കാനായിട്ട്. ഇങ്ങനെ ചെയ്താലേ നമ്മുടെ സ്റ്റാറിനൊരു 3D എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് പേപ്പർ വെച്ചിട്ട് മുമ്പ് നമ്മൾ ഇതുപോലൊരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വൈറ്റ് ആൻഡ് റെഡ് തീമിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടാമത്തെ 3D സ്റ്റാറിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? ഭയങ്കര സിമ്പിൾ അല്ലേ? പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റാർ നോക്കാം. ഇതിനായിട്ട് ഞാൻ നീളത്തിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു മെഷർമെൻ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഇതുപോലൊരു പേപ്പർ എടുത്താൽ മതി. നീളത്തിൽ തന്നെ ഇതിൻ്റെ നടു ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിനെ വെർട്ടിക്കലായിട്ടൊന്ന് നടു മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പകുതി ഭാഗത്തിന് 3 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം സെയിം അളവിൽ കിട്ടുന്ന രീതിക്ക് മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പകുതി ഭാഗവും ചെയ്യുക. 3 ആക്കിയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് ഇതിന് 5 മടക്കാണ് വന്നിട്ടുള്ളത്. ഓരോന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5. 5 മടക്കും നല്ല ഷാർപ്പായിട്ട് തന്നെ മടക്കി കൊടുക്കണം. ഇനി ഇതിനെ വീണ്ടും ഞാൻ നീളത്തിൽ ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിവർത്താം. ഇനി 2 എൻഡിലും വരുന്ന ആദ്യത്തെ 2 പാർട്സ് എടുക്കാം. എന്നിട്ട് ഒന്നിൻ്റെ അകത്തുകൂടി മറ്റേതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണുന്നത് പോലെ തന്നെ. ഇത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു മടക്കൂടി മടക്കും. ഇനിയിപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ അവിടെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിക്കാവുന്നതാണ്. ഞാൻ ഏതായാലും ഒട്ടിക്കുന്നില്ല. ഇതിനെ വീണ്ടും ഒന്നുകൂടി മടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മടക്കിയ ആ ഒരു മടക്ക അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിങ്ങനെ മടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് മടക്കിയിട്ട്. ഇപ്പോൾ 5 സൈഡ്സുള്ള ഒരു പെൻറ്റഗൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഓരോ സൈഡും ഇങ്ങനെ അകത്തേക്ക് മടക്കിയിട്ടൊരു M ഷേപ്പ് ആക്കി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി 5 സൈഡിൽ നിന്നും ആക്കുന്നുണ്ട്.
ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടൊരു സ്റ്റാർ ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പീസ് പേപ്പറിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്റ്റാർ ഉണ്ടാക്കാൻ നമുക്ക് ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല, കത്രിക ഒന്നും വേണ്ട, വെറൊരു ചെറിയൊരു കഷ്ണം പേപ്പർ മാത്രം മതി. അത് മടക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് സ്റ്റാറിൻ്റെ ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 3ഉം വളരെ സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് മുമ്പും ഒരു സ്റ്റാറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എല്ലാ വീഡിയോസും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനിയും ഒരുപാട് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് വരാനുണ്ട്. അതെല്ലാം മിസ്സാക്കാതെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.